ഹായ് നമസ്കാരം. നമ്മൾ ചെന്നൈയിൽ മറീന ബീച്ചിലാണുള്ളത്. അപ്പോൾ ചെന്നൈയിലെ പ്രധാനപ്പെട്ടൊരു ബീച്ചാണ് മറീന ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മറീന ബീച്ചിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചെന്നൈയിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ചാണ് മറീന ബീച്ച്. ഏകദേശം 12 കിലോമീറ്ററോളം ദൂരത്തിലാണ് മറീന ബീച്ചിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. ലോകത്തിലെ നഗരങ്ങളിലെ രണ്ടാമത്തെ നീളം കൂടിയ ബീച്ചാണ് മറീന ബീച്ച്. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ മറീന ബീച്ചിൽ ചിലവഴിക്കുകയാണ്. ആ ഒരു സമയത്തെ ബീച്ചിലെ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അണ്ണാ സ്ക്വയർ ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിലെ പ്രശസ്തരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കളുടെയും അന്ത്യവിശ്രമ സ്ഥലമാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ മുൻപോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ പുറകിലായിട്ട് നമ്മൾ വാഹനം പാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ബൈക്ക് ലൈറ്റ് ഹൗസിന് പുറകിലായിട്ട് വെച്ചു. അപ്പം നമ്മൾ ഈ കാണുന്നത് മറീന ബീച്ചിലെ സൂര്യോദയമാണ്. രാവിലെയുള്ള ബീച്ച് വൃത്തിയാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീച്ചിൽ രാവിലെ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവ കളിക്കുന്നവരെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ വ്യായാമം ചെയ്യുന്നവരുണ്ടാവും ഇവിടെ. അപ്പം നമ്മൾ ഈ കാണുന്നത് ചെന്നൈയിലെ ലൈറ്റ് ഹൗസാണ്. അപ്പോൾ രാവിലെ പൊതുവെ തിരക്ക് കുറവാണ് കടൽ തീരത്തെല്ലാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കടൽ തീരത്തു നിന്നും മത്സ്യം പിടിക്കുന്നവരാണ്. ഇവർ ചൂണ്ടയിട്ടാണ് മത്സ്യം പിടിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം. കുട്ടികൾ കളിക്കുന്ന റൈഡുകൾ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയും നമുക്കിവിടെ കാണാം. ആളുകൾ വരുമ്പോൾ ഈ റൈഡുകളെല്ലാം ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കും. രാവിലത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ പൊതുവെ കച്ചവടക്കാർ കുറവാണ് ഉണ്ടാവുക. കടയെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. മറീന ബീച്ചിൻ്റെ ഒരു ഭാഗത്ത് നിറയെ കടകളാണ്. നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. അപ്പം അധിക കടകളും തുറന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളാണ് മിക്കതും. അപ്പോൾ ബാൻഡ്, റിങ്, കീ ചെയിൻ, ബാഗുകൾ എന്നിവ വിൽക്കുന്ന കടകൾ കാണാം. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ കാണാം. അതുപോലെ ഡ്രസ്സിൻ്റെ കടകൾ കാണാം. കടലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ കാണാം. അതുപോലെ തന്നെ അരിമണിയിൽ പേരെഴുതി കൊടുക്കുക, കീച്ചെയിനിൽ പേരെഴുതി കൊടുക്കുക, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശംഖുകൾ വിൽക്കുന്ന കടകൾ എന്നിവയെല്ലാം നമുക്കിവിടെ കാണാം. അപ്പോൾ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളാണ് കൂടുതലും ഇവിടെയുള്ളത്. അതുപോലെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട, കിച്ചണിലേക്ക് വേണ്ട വസ്തുക്കളെല്ലാം വിൽക്കുന്ന ഗിഫ്റ്റ് ഐറ്റങ്ങൾ ഇവിടെ വിൽക്കുന്ന കടകളെല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാം. കുറച്ചായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കടൽ തീരം നിറയെ ആളുകളെ കൊണ്ട് നിറയാൻ തുടങ്ങി. നമ്മളിപ്പം കണ്ട കടകൾ നിൽക്കുന്ന ഏരിയയിലുള്ള ബീച്ചാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്നത് കുട്ടികളെല്ലാം കൊണ്ട് കടലിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുള്ളവരെയാണ്. ഒട്ടകം, അതുപോലെ കുതിര സവാരിയെല്ലാം നമുക്ക് ഈ ഒരു ബീച്ചിൽ കാണാൻ കഴിയും. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും കടലിൽ കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണെത്താ ദൂരത്തോളം നമുക്ക് ആളുകളെ കാണാം. നമ്മൾ ഇത്രയും നേരം ചുറ്റുമുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. ബീച്ചിൽ സ്നാക്സ്, ടീ, അതുപോലെ തന്നെ ബീച്ചിൽ കൂടുതലായിട്ട് കിട്ടുന്ന ചില ഭക്ഷണങ്ങളെല്ലാം ഉണ്ടല്ലോ. അങ്ങനെയുള്ള എന്തെല്ലാം ഭക്ഷണം ഇവിടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ സ്നാക്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് മറീന ബീച്ച്. നമ്മൾ ഈ കാണുന്ന ചോളം മുതൽ അങ്ങോട്ടേക്ക് ചുണ്ടൽ എന്ന് പറയുന്ന ഇവിടുത്തെ പട്ടാണിക്കടല പുഴുങ്ങി തരുന്നതാണ് ചുണ്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വ്യത്യസ്തങ്ങളായുള്ള ഫ്രൂട്ട്സ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. പഞ്ഞിമിഠായി, ടീ, പായസം, ഇങ്ങനെ നിറയെ ഐറ്റങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. മറീന ബീച്ചിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇത്തരത്തിൽ നമുക്ക് പറയാനായിട്ട്. വൈകിട്ടായപ്പോൾ കുട്ടികൾക്കായുള്ള റൈഡുകളെല്ലാം സജീവമായി തുടങ്ങി. அனாகத்தை, இது ஜிலேபி, இது முனியா, இது பாறை, இது நெய் மீன், இது வஞ்சரப்பாறை, கடல் கழுத்தி இருக்குது. இதெல்லாம் கடல் கழுத்தியா? இதுதான் கடல் கழுத்தி.
அது பார்த்தா கட்லா இருக்குது, ஜிலேபி இருக்குது, கிழங்கா மீன் இருக்குது, வவ்வால் இருக்குது, ஆனால் எறா இருக்குது, நெய் வஞ்சிரம். இதுலேருந்து 40 ரூபா வரும், இதுலேருந்து 50 ரூபா, இது 60 ரூபா வரும். மாசில் 70 ரூபாவில் இருக்குது. பிளேட்டில் இருக்குது பார்த்தீங்கன்னா 80 ரூபாவில் இருக்குது, 100 രൂപയിൽ இருக்குது, 150 രൂപയിൽ இருக்குது. നെത്തിലി ഇറാലാം. അതിനുശേഷം നമ്മൾ ഇവിടെ മീൻ വിഭവങ്ങൾ ലഭിക്കുന്ന കുറേ കടകൾ കാണാം. അതിലൊന്നിൽ നമ്മൾ കയറി. ഇവിടുത്തെ ലോക്കൽ നെയിമുകളാണ് ഇവർ പറയുന്നത് ഈ മീനിൻ്റെ എല്ലാം. അപ്പം 40 രൂപ മുതൽ 150 രൂപ വരെയാണ് വില വരുന്നത്. ലൈവായിട്ട് നമുക്കിവർ ഫ്രൈ ചെയ്ത് തരും ഇതെല്ലാം. അപ്പം മീനിന് വില കുറവാണ്, എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് പുറകിലാണെന്ന് നമുക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് മീനിന് വളരെ വിലക്കുറവായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബജ്ജികൾ വിൽക്കുന്ന കടയിൽ പോയിട്ട് 4 ബജ്ജിക്ക് 30 രൂപയാണ്. അപ്പോൾ നമ്മൾ വാഴക്ക ബജ്ജി, അതുപോലെ മുളക് ബജ്ജി, അങ്ങനെയുള്ള ബജ്ജികളാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ അതെല്ലാം രുചിച്ച് നോക്കി വീണ്ടും നമ്മൾ കടയുള്ള സ്ഥലത്തേക്ക് നടന്നു. രാത്രിയിലൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു സ്ട്രീറ്റ് കാണുവാനായിട്ട്. കടൽ കാഴ്ചകൾ കണ്ടിരിക്കാനും ബീച്ചിലെ രുചികൾ ആസ്വദിക്കാനുമായിട്ട് നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇവിടെ ചിലവഴിച്ചു. ധാരാളം ആളുകൾ എത്തുന്നൊരു സ്ഥലമാണ് ഇവിടെ. മനസ്സിനെ ശാന്തമാക്കാനുള്ളൊരു കഴിവ് കടൽ തീരത്തിനുണ്ട്. അതാവും മിക്കവരും വൈകുന്നേരങ്ങളിൽ നഗരത്തിരക്കും അതുപോലെ ജോലിയുടെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ബീച്ചിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് തിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. പെബിൾസ് മലയാളം.